ദാമ്പത്യബന്ധവും സ്വത്തവകാശവും എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കായംകുളം ഏരിയ സമിതി ചർച്ചാ സായാഹ്നം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് കെ സഫിയ ഉദ്ഘാടനം ചെയ്തു. ദാമ്പത്യബന്ധവും സ്വത്തവകാശവും എന്ന വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം കായംകുളം ഏരിയ സമിതി ചർച്ചാ സായാഹ്നം സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് കെ സഫിയ ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർഡ് മജിസ്ട്രേറ്റ് എം താഹ വിഷയാവതരണം നടത്തി. എന്നാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്ത്രീക്ക് സ്വത്തവകാശം കിട്ടിയത്? അറിയാമോ? ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്ത്രീക്ക് സ്വത്തവകാശം കിട്ടിയതെന്നാണ് അറിയുമോ? നമുക്ക് പ്രസിദ്ധമായത് നമ്മുടെ മേരിയ പോയി, നമ്മുടെ എഴുത്തുകാരി ഉണ്ടല്ലോ, ആ പോയി അമ്മ മേരിയ പോയി. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിദ്ധമായ എഴുത്തുകാരിക്ക് ഉത്തർപ്രദേശിലുള്ള ആ എഴുത്തുകാരിയുടെ അമ്മ ഒരു മേരിയ പോയി. അവര് തിരുവിതാംകൂറുകാരി ഒരു മധു തിരുവിതാംകൂർ ക്രിസ്തീയ കുടുംബത്തിലാണ്. അവര് കേസുമായി കേരള ഹൈക്കോടതി ചെന്നു. എനിക്കും എന്റെ ആളാളോടൊപ്പം സ്വത്തിന് അവകാശം അതുപോലെ എന്താണുണ്ടായിരുന്നത്? പ്രാഥമിക ക്രിസ്ത്യൻ ആക്ട് അനുസരിച്ച് പെൺകുട്ടിക്ക് 5000 രൂപയോ വിവാഹ സമയം കൊടുത്തുവിടുന്ന ആഭരണങ്ങളോ ഇതിലേതാണോ കൂടുതൽ അതിന് മാത്രമേ അവകാശമുള്ളൂ. 84 സുപ്രീം കോടതി ക്രിസ്ത്യൻ സ്ത്രീക്കും സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുതലാണ് ക്രിസ്ത്യൻ സ്ത്രീക്ക് അവകാശം. ഈ മുസ്ലിം സ്ത്രീക്ക് എന്ത് കൊടുത്തത്? 1446 കൊല്ലം മുമ്പ് സൂറത്തുൽ നിസായിൽ 5 മുതൽ 11 വരെ ആയത്ത് അവതരിച്ച അന്ന് വരും അവകാശം കൊടുത്ത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഇസ്ലാമാണോ പുരോഗതി അതോ മറ്റു മതസ്ഥരാണ് മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, UK ഇംഗ്ലണ്ടിൽ എന്താണ് സ്ത്രീക്ക് അവകാശം കൊടുത്തത്? 1776 ആദ്യമായി സ്ത്രീക്ക് സ്വത്തവകാശം കൊടുത്തത്. അത് 1880 പരിഷ്കരിച്ചു. ആസ്ട്രേലിയയിൽ 1737, ഫ്രാൻസിൽ 1965. ഇങ്ങനെ ഈ പുരോഗതി നയിക്കുന്ന രാജ്യങ്ങളിലൊക്കെ 20ാം നൂറ്റാണ്ടിലും അതിനുശേഷം മാത്രം സ്ത്രീക്ക് സ്വത്തിൽ അവകാശം കൊടുത്തപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂറത്തുൽ നിസാഇന്റെ 5 മുതൽ 11 വരെ ആയത്തുകൾ വായിച്ചു നോക്കിയാൽ അവിടെ പറഞ്ഞു സ്ത്രീക്ക് അവകാശം കൊടുത്ത ഇസ്ലാമാണോ പുരോഗതിയുള്ളത്? ഇസ്ലാമാണോ സ്ത്രീയുടെ സ്വത്തവകാശത്തെ നിരോധിച്ചത്? ഏരിയ കൺവീനർ ഫൗസിയ മുജീബ് അധ്യക്ഷയായി. ഡോക്ടർ സുൽഫിയ സമദ്, ബുഷ്ര, സീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.